ഇവിടെ മൊത്തം മേഘങ്ങളാണല്ലോ താഴ്വശത്ത് മൊത്തം. ഇനി ഏത് ഗ്രഹത്തിലോട്ട് പോകണം? അങ്ങ് ദൂരെ ഒരു ഗ്രഹം കാണുന്നുണ്ടല്ലോ. ഇനി അങ്ങോട്ട് വെച്ച് പിടിക്കാം. അയ്യോ, ഇറക്കാൻ എന്ത് പാടായത്. അയ്യോ, ഒരു വിധം ഇവിടെ സ്റ്റോപ്പ് ചെയ്ത്. ദൈവമേ, എന്തോ ഈ ഗ്രഹത്തിലായി വെള്ളം ഉണ്ടോ? വെള്ളമല്ലേ കാണുന്നത്? അയ്യോ, ഇത് ഏത് ഗ്രഹമാ? മണലും വെള്ളവും മാത്രമുള്ള ഗ്രഹം. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു നോക്കാം. അയ്യോ, ഈ ഗ്രഹം കണ്ടിട്ടെങ്കിൽ ഭൂമി പോലെ തന്നെ ഇരിക്കുന്നല്ലോ. കടല് പോലെ കിടക്കുന്നത്. ഇങ്ങനത്തെ ഗ്രഹങ്ങളുണ്ടോ അപ്പൊ വേറെ വെള്ളമുള്ള ഗ്രഹങ്ങള്? പക്ഷെ നമ്മുടെ ഈ മിൽക്കി വേയിലുള്ള ഗ്രഹങ്ങളൊന്നും അല്ല ഇത്. ദൂരെ എവിടെയുള്ള ഗ്രഹങ്ങൾ ഇതൊക്കെ. കിങ്ങിണിമോൾ ഇവിടെ എവിടെയെങ്കിലും കാണുമോ? അവളിനി വെള്ളത്തിലെങ്ങനെ വീണ് പോയി കാണുമോ? എന്തൊക്കെയായാലും അവളിവിടെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് സ്വിച്ച് അമർത്തുമ്പോൾ അറിയാൻ പറ്റൂല. ഞാൻ സ്വിച്ച് അമർത്തി നോക്കട്ടെ. ഇല്ലില്ല, അവളിവിടെ ഇല്ല. ഈ ഗ്രഹത്തിലും ഇല്ല. ഇനി വേറെ ഗ്രഹം നോക്കി തന്നെ പോകാം. എവിടെയായിരുന്നു എന്റെ വണ്ടിയെ പാർക്ക് ചെയ്തിരുന്നത്? ദൈവമേ, ആ വണ്ടി മിസ്സായി കഴിഞ്ഞാൽ എന്റെ കാര്യം പോക്കാം. ഞാൻ ഈ ഗ്രഹത്തിൽ തന്നെ കിടന്ന് ജീവൻ ഉൾക്കേണ്ടി വരും. മൊത്തം മണലായിട്ട് ആകെപ്പാടെ കൺഫ്യൂഷൻ ആണല്ലോ. ഞാൻ ഈ ഭാഗത്ത് എവിടെയോ വന്നല്ലോ വണ്ടി വെച്ചിരുന്നതോ. എവിടെയാണെന്ന് എന്തോ. അതെന്തോ അങ്ങ് കാണുന്നേ? ഫ്രിഡ്ജോ? ഇങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്ന പോലെ തോന്നുന്നല്ലോ. അയ്യോ, ഇതെന്തോ വെട്ടം മൊത്തം പോയി. ഭയങ്കര ഇരുട്ടായല്ലോ. അയ്യോ, എനിക്ക് കണ്ണ് കാണുന്നോ? എന്തോ സംഭവം? എങ്ങോട്ട് നോക്കിയിട്ട് ഒന്നും കാണാനില്ലല്ലോ. ദൈവമേ, ഇതെന്തോ സംഭവിച്ചേ? ഈ ഗ്രഹത്തിലെ വെട്ടം മൊത്തം പോയോ? സൂര്യൻ ഇനി അസ്തമിച്ചതായിരിക്കും ഇത്ര ഇരുട്ട്. അയ്യോ, ഞാനിനി എന്റെ വണ്ടി എവിടെ പോയി കണ്ടുപിടിക്കും? വെട്ടം ഉള്ളപ്പോ പോലും എനിക്ക് ആ വണ്ടി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എവിടെ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാനിനി ഇരുട്ടത്തെ എവിടെ പോയി കണ്ടുപിടിക്കാനത്? അയ്യോ, എനിക്ക് പേടിയായിട്ട് വയ്യ. പാവം എന്റെ അമ്മണിമോളും ഇതുപോലെ ആയിരിക്കും കിടന്ന് പേടിക്കുന്നത് ഓരോ ഗ്രഹത്തിൽ ഒറ്റയ്ക്ക്. ഇത് ടോർച്ച് ആയിരുന്നെങ്കിൽ ഒന്ന് ടോർച്ച് തെളിയിക്കെങ്കിലും ചെയ്യായിരുന്നു. അതാണ് ചിരിക്കുന്നേട്ടെ. അയ്യോ, ഇതെന്തൊരു ഭീകര ജീവിയത്. ഭീകര ജീവി അതിന് സൗണ്ട് വേറെ ആണല്ലോ. വ്യത്യസ്തമായ സൗണ്ട് അതല്ലേ ഇത് സംസാരിക്കുന്നുണ്ടല്ലോ. അതും മലയാളം. ഇതൊരു ഒട്ടകമല്ലേ? ഈ ഒട്ടകത്തിന് എന്താ ദേഹത്ത് ഫ്രിഡ്ജ്? അയ്യോ, എന്നെ ഉപദ്രവിക്കരുത് ദൈവത്തെ ഓർത്ത്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല ഇവിടെ. എന്റെ മോളെ തപ്പി ഇറങ്ങിയതാ. അയ്യോ, എന്നെ ഫ്രിഡ്ജിനകത്ത് കയറ്റി ലോക്ക് ചെയ്യല്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭൂമിയിൽ നിന്ന് വരുവാന്ന്. ഭൂമിയിലുള്ളവർ മൊത്തം എന്റെ ശത്രുക്കളാ. അവിടെ ഉള്ളവർ കാണിച്ചു വെച്ച പണിയെ ഞാൻ ഈ കൊലത്തിൽ ഇരിക്കുന്നത്. അയ്യോ, എന്താ പറ്റിയ നിങ്ങൾക്ക്? ഞാൻ ഭൂമിയും മരുഭൂമിയിലാണ് ജീവിച്ചോണ്ടിരുന്നത്. അവിടുത്തെ ചൂട് സഹിക്കാൻ വയ്യാതെ ഞാൻ നാട്ടിലേക്ക് ഇറങ്ങി. അതായത് മരുഭൂമി വിട്ട് വേറെ എവിടേക്കോ പോയി. കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് തോന്നി ഞാൻ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ആന്റിയുടെ വീട് കണ്ട്. അവിടെ ചെന്ന് ഞാൻ വെള്ളം ചോദിച്ചു. എന്നിട്ട് അവര് വെള്ളം തന്നില്ലേ നിങ്ങൾക്ക്? അവര് പറയാ മരുഭൂമിയിലുള്ളവർ മരുഭൂമി ജീവിച്ച വന്നേ, നിങ്ങൾ എന്തിനാ കേരളത്തിൽ വന്നത്? നിങ്ങൾ ഒരൊട്ട വലിയ പിന്നെ നിങ്ങൾ കേരളത്തിൽ വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചൂട് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് വെള്ളത്തിന് വേണ്ടിട്ട് വന്നാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയാ ചൂട് സഹിക്കാൻ വയ്യെന്ന് ഇങ്ങോട്ടാന്ന് വരുന്നത് ചോദിച്ചോണ്ട് അവരെങ്കിൽ ദേഷ്യപ്പെട്ട് അവരുടെ വീട്ടിൽ ഇരുന്ന് ഒരു പഴഞ്ച ഫ്രിഡ്ജ് എടുത്ത് കഴിഞ്ഞാൽ എന്റെ മണ്ടയ്ക്ക് ഒറ്റയാടി. അപ്പൊ എന്റെ ദേഹത്ത് ഞാൻ ഫ്രിഡ്ജ് അങ്ങനെ തളച്ചു കയറി. പിന്നെ എനിക്കൊന്നും ഓർമ്മില്ല. പിന്നെ ഞാൻ ഈ ഗ്രഹത്തിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. അങ്ങനെ ഈ ഗ്രഹത്തിൽ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും വന്നാൽ ഞാൻ ഒറ്റ എണ്ണത്തിന് ഞാൻ വെച്ചേക്കത്തില്ല. അയ്യോ, ആ സ്ത്രീ നിങ്ങൾ അങ്ങനെ ചെയ്തോണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ആയത്. ഒട്ടകവേ, അതുകൊണ്ട് എന്നെ എന്തിനാ നിങ്ങൾ ഉപദ്രവിക്കുന്നത്? ഞാനല്ലല്ലോ നിങ്ങളെ ഇങ്ങനെ ആക്കിയത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. ഈ ഫ്രിഡ്ജ് ഞാൻ നിങ്ങളുടെ ദേഹത്തുനിന്ന് ഊരി മാറ്റി തരാം. അയ്യോ അയ്യോ, എന്തോ കട്ടിയായിരുന്നു ഈ ഫ്രിഡ്ജ്. അതും ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജായി കയറ്റി വെച്ചേക്കുന്നത്. ഇത്ര നല്ല ഫ്രിഡ്ജൊക്കെ എന്തിനാ ഇപ്പൊ ഒട്ടകത്തിന് പുറത്തവർ കയറ്റി വിട്ടത്? അയ്യോ അയ്യോ, ശക്തി ഇടിച്ച് തള്ളിയിട്ട് പോകുന്നില്ലല്ലോ ഇത്. എന്തായാലും ഞാനിത് തള്ളി അവരെ രക്ഷിക്കണം ഈ ഒട്ടകത്തിനെ. ഇപ്പൊ ഒട്ടകയെ പഴയ പോലെ ആയില്ലേ, പക്ഷെ കളർ മാത്രമേ ഉള്ളൂ ചേഞ്ച് ആയിട്ടുള്ളത്. അതുകൊണ്ട് ദേഹത്താണെങ്കിൽ ആ ഫ്രിഡ്ജ് ഇരുന്നതിന്റെ ചെറിയ പാടുകളാ. എന്തായാലും ഞാൻ നിങ്ങളെ രക്ഷിച്ചല്ലോ. ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കരുത്. രക്ഷപ്പെട്ടല്ലോ. നല്ല വെളിച്ചമായല്ലോ. ആ ക്യാമൽ അങ്ങ് പോവുകയും ചെയ്ത്. ഞാൻ അങ്ങനെ ഒരു ഉപകാരം ചെയ്ത് കൊടുത്തോണ്ട് അത് എന്നെ ഉപദ്രവിച്ചില്ല. വണ്ടി പോകാൻ കിടക്കുന്നത്. ഞാൻ എപ്പോഴും വണ്ടി എന്ന് പറയുന്നത്. വണ്ടി അല്ലല്ലോ ഇത്, സ്പേസ് ഷിപ്പ് അല്ലേ. എന്തായാലും അതിൽ കയറി പോകാൻ. ഇനി ഇവിടെ അടുത്ത് തന്നെ ഒരു ഗ്രഹം ഉണ്ടല്ലോ, ആ ഗ്രഹത്തിലോട്ട് പോവാം. വലുതായിട്ട് ആ ഗ്രഹം കാണുന്നത് ഇതിന്റെ തൊട്ടടുത്താന്ന് തോന്നുന്നു. ആ ഗ്രഹത്തിലോട്ട് പോവാം. പക്ഷെ ആ ഗ്രഹത്തിൽ മൊത്തം ഇരുട്ടാന്നല്ലോ. ഇതിപ്പോൾ സൂര്യൻ്റെ അടുത്തുനിന്ന് നമ്മളിങ്ങനെ പോകുന്നെന്ന് തോന്നുന്നു. നമ്മളല്ല, ഞാൻ ഒരുപാട് ദൂരെ ഇങ്ങ് എത്തി. അതുകൊണ്ടായിരിക്കും ആ ഗ്രഹവും ഈ സൂര്യൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ദൂരെയാന്ന് തോന്നുന്നു. അതാ അവിടെ വെളിച്ചമില്ലാത്തത്. ഈ കാണുന്ന ഗ്രഹത്തിലോട്ട് കയറാം. 3-5 ഗ്രഹം കാണുന്നുണ്ടല്ലോ. ഉള്ളതിലേക്ക് അടുത്തുള്ള ഗ്രഹം ഇതാ. ആദ്യം ഇതിലോട്ട് കയറാം. ഇവിടെ അമ്മി ഉണ്ടോ നോക്കാം.
അങ്ങനെ ഞാൻ വേറൊരു ഗ്രഹത്തിൽ വന്ന് വിട്ടല്ലോ. ഷോ, എന്തും ഇത് മൊത്തം ഇരുട്ടാന്നല്ലോ, ഒന്നും കാണാൻ വയ്യല്ലോ. ദൂരെ പക്ഷെ എവിടെയോ വെളിച്ചം കാണുന്നത്. അയ്യോ, ഞാൻ ഒരു കാര്യം മറന്നു. ആദ്യം അമ്മണിമോൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ, നീ ടോർച്ച് ഓണാക്കി നോക്കട്ടെ. ഓ, ടോർച്ച് അല്ലല്ലേ, ഈ മെഷീൻ ഓണാക്കി നോക്കട്ടെ. ഏയ്, ഇത് കത്തി, ഈ മെഷീൻ കത്തി. എന്റെ അമ്മണിമോൾ ഇവിടെ ഉണ്ട്. ഇനി എന്ത് വന്നാലും വേണ്ടില്ല, അമ്മണിമോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇത് ടോർച്ച് പോലെ തന്നെ വെട്ടമുണ്ടല്ലോ ഇതിന്. ഈ ടോർച്ചിനെ അടിച്ചിട്ട് മുന്നോട്ട് പോവാം. ആ, അങ്ങോട്ടൊരു വഴി കാണുന്നു. നല്ല ഇരുട്ടാന്നല്ലോ ഇവിടൊക്കെ. ഇവിടെ നിന്ന് സൂര്യൻ എത്താത്ത നാടല്ല ഗ്രഹം. ദൂരെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. നേരെ അങ്ങോട്ട് നടക്കാം. അതൊരു സ്പേസ് ഷിപ്പ് പോലെ എനിക്ക് തോന്നുന്നത്. അങ്ങോട്ട് പോയാലോ? ഇത് കണ്ടിട്ട് ഒരു സ്പേസ് ഷിപ്പ് പോലെ തന്നെ തോന്നുന്നു. എന്തായാലും ഇതിനുള്ളിലോട്ട് കയറാം. അമ്മണിമോളെ ചിലപ്പോൾ ഇതിലായിരിക്കും തട്ടിക്കൊണ്ട് വന്നത്. അമ്മണിമോൾ അതുകൊണ്ട് ഇതിനകത്ത് തന്നെ കാണുമായിരിക്കും. ചുറ്റിന് ഏലിയൻസ് എന്തെങ്കിലും നിപ്പുണ്ടോ നോക്കണം, അല്ലെങ്കിൽ ആക്രമിക്കും എന്നെ. അമ്മണിമോളെ കൊണ്ട് തട്ടിക്കൊണ്ട് വന്നാൽ ഏലിയൻസ് കാണുമായിരിക്കുമല്ലോ കൂടെ. അവളെ തടങ്കലി വല്ലതും ആക്കിയപ്പോ നീ എന്ത് ചെയ്യും? ആ, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. ഞാൻ വന്ന സ്പേസ് ഷിപ്പില് തോക്കുണ്ടല്ലോ. എന്തായാലും അതും എടുത്തോണ്ട് വരാം. ആ സയന്റിസ്റ്റ് എന്നോട് പറഞ്ഞില്ലായിരുന്നോ എന്തെങ്കിലും ആവശ്യത്തിന് തോക്കെടുത്തോണോന്ന്? അയ്യോ, എന്റെ അമ്മണിമോളല്ലേ നിൽക്കുന്നത് സ്പേസ് ഷിപ്പിനകത്ത്. എന്റെ മോളെ അന്വേഷിച്ച് അച്ഛൻ ഏതെല്ലാം ഗ്രഹങ്ങളിൽ നടന്നറിയാവോ? ലാസ്റ്റ് ഇവിടെ എത്തിപ്പെട്ട് മോളെ കൊണ്ടൊന്ന് ഏലിയൻസ് ഇവിടെ നിപ്പുണ്ടോ? മോൾ ഒരുപാട് വിഷമിച്ച മോളെ, ഒരുപാട് കരഞ്ഞു അമ്മണി മോളെ. നീ ആരാ? അയ്യോ, ഞാൻ വെടി വെച്ചാലേ പറ്റത്തുള്ളൂ. നീ ആരാ? ആ ആ ആ ആ. ഇനി മോളെ എങ്ങനെയായിട്ട് രക്ഷിക്കണം? ഓ, ഈ വേരെടുത്ത് മാറ്റട്ടെ. ഇതൊക്കെ വലിച്ചെടുത്ത് കളയട്ടെ ഞാൻ. മോളെ, നീ രക്ഷപ്പെട്ടല്ലോ. മോളെ, അച്ഛനാണെങ്കിലേ വേറൊരു സ്പേസ് ഷിപ്പിലാ വന്നത്. അതാണെങ്കിൽ വേറൊരു സയന്റിസ്റ്റ് തന്നതാ. പക്ഷെ അതിന്റെ ഇന്നലെ നമുക്ക് തീരാറായി കാണുമായിരിക്കും. നമുക്ക് ഇത് തന്നെ പോകാം. ഇത് നല്ലൊരു സ്പേസ് ഷിപ്പാ. മോളെ, ഭൂമി അടുത്ത് തോന്നു കേട്ടോ. അതുകൊണ്ട് ഭൂമി ഇല്ല കറങ്ങുന്നു കാണുന്നത്. ഇനി നമുക്ക് പറപ്പിച്ചു വിടാം ഭൂമിയിലോട്ട്. പിന്നൊരു കാര്യമുണ്ട് മോളെ. മോളെ എനിക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ആരാന്നറിയാവോ? അതേപോലെ ആ സയന്റിസ്റ്റ് തന്നെ. നമുക്ക് അതുകൊണ്ട് ഏറ്റവും ആദ്യം നമുക്ക് ആ സയന്റിസ്റ്റിന്റെ വീട്ടിൽ പോകാം. ആ സയന്റിസ്റ്റിനെ കാണാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോയാൽ മതി. ഇത് കണ്ടോ മോളെ, ഇത് ആ സയന്റിസ്റ്റിന്റെ വീട്. ഈ സയന്റിസ്റ്റ് മോളെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നത്. ആരാ? അപ്പൂപ്പ, ഇവിടുത്തെ സയന്റിസ്റ്റ് എവിടെ പോയി? സയന്റിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നത് ഞങ്ങള്. ആ, നിങ്ങളാണോ? അയ്യോ, എനിക്ക് ഇപ്പോഴാ ഓർമ്മ വന്നത്. അയ്യോ, ഇതാണോ ആ മോള്? അല്ല, നിങ്ങളാരാ? സയന്റിസ്റ്റ് എവിടെ പോയി? ആ, സയന്റിസ്റ്റ് തന്നെ ഞാൻ. സയന്റിസ്റ്റ് ഇത്ര പ്രായമുള്ള അപ്പൂപ്പൻ അല്ലായിരുന്നല്ലോ, ഒരു ചെറുപ്പക്കാരനല്ലായിരുന്നോ? ഈ മോളൊക്കെ ഇപ്പോഴും കൊച്ചുകുട്ടിയായിട്ട് തന്നെ ഇരിക്കുക. പക്ഷെ ഇവളുടെ കളിക്കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നല്ലോ. എന്താ, കുട്ടുമോനോ? പിന്നെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ, കിങ്ങിണി. അവരൊക്കെ മിക്കവാറും വരും ഇവിടെ. അമ്മിണിയുടെ വിവരം വല്ലതും അറിഞ്ഞോ, അമ്മിണിയുടെ അച്ഛന്റെ വിവരം അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട്. അവര് തന്നെയല്ല, അവരുടെ അമ്മയും നിങ്ങളുടെ അമ്മയും എല്ലാരും വരും. പക്ഷെ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ ഈ വണ്ടിയും കൊടുത്തു വിട്ട കാര്യം മാത്രം പറയും. ഇനിയിപ്പൊ എത്ര സമയം പോയാലെന്താ മക്കളെ? കാരണം നിങ്ങൾ അത്രയും വർഷമായില്ലേ പോയിട്ട്. മോളുടെ ആ കളിക്കൂട്ടുകാരി ഇല്ലേ കിങ്ങിണി, അവളുടെ കല്യാണം കഴിഞ്ഞ്. മോളുടെ ആ കളിക്കൂട്ടുകാരൻ ഇല്ലേ കുട്ടുമോൻ, അവനാണെങ്കി ഇപ്പൊ ജോലിയൊക്കെ കിട്ടി. അവന്റെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളപ്പോ ഇവിടുന്ന് പോയിട്ട് എത്ര വർഷമായി? നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഒരു 25 വർഷത്തോളമായി. നിങ്ങൾ പക്ഷെ വേറെ ഗ്രഹത്തിലായിരുന്നോണ്ട് 2 ദിവസം പോയ പോലെ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. പക്ഷെ ഇവിടെ ആണെങ്കിൽ 25 വർഷങ്ങളാണ് പിന്നിട്ടത്. ആയിരിക്കും മക്കളെ. അതുകൊണ്ടല്ലേ വേണ്ട ഈ മനുഷ്യൻ തന്നെ പ്രായമായിരിക്കുന്നത്. ആയി കാണും മോളെ. നമുക്ക് എപ്പോഴെങ്കിലും അവരുടെ മുമ്പിൽ എത്താൻ പറ്റിയില്ല മോളെ. വാ, നമുക്ക് ഇനി പെട്ടെന്ന് അവരുടെ അടുത്തോട്ട് പോവാം.